നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ കാണാതെ ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും മടങ്ങിപ്പോവുകയാണല്ലോ. അർജൻറ്റീനക്കൊക്കെ എന്ത് ഈസിയാണ് പാത്ത്. അവർക്ക് റൗണ്ട് ഓഫ് 32 കേപ്പ് വെർദെ, റൗണ്ട് ഓഫ് 16 ഇപ്പോൾ ഈജിപ്ത്, ഇങ്ങനെയൊക്കെ അല്ലേ ഉള്ളൂ. ഞങ്ങളുടെ പോർച്ചുഗലിനാണെങ്കിൽ റൗണ്ട് ഓഫ് 32 ക്രൊയേഷ്യ, റൗണ്ട് ഓഫ് 16 ഈ പറയുന്ന സ്പെയിന്. ഇനി അഥവാ സ്പെയിനോട് ജയിച്ചിരുന്നെങ്കിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബെൽജിയത്തിനോട് മുട്ടേണ്ടി വന്നേനെ. അപ്പോൾ ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ടേറിയ പാത്താണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്ന തരത്തിലൊക്കെ ആരാധകരുടെ ചർച്ച പുരോഗമിക്കുകയാണല്ലോ. സത്യത്തിൽ ഇവിടെ സംഭവിച്ചത് പോർച്ചുഗലിന് പാളിയത് എവിടെയാണ്? പോർച്ചുഗലിന് പാളിയത് DR കോങ്കോയോട് ജയിക്കാൻ കഴിഞ്ഞില്ല, സമനിലയായി. അതാണ് കോസ്റ്റ്ലി ആയത്. ഇൻ ദി എൻഡ് അതാണ് കോസ്റ്റ്ലി ആയത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായി മനസ്സിലാക്കുക. ആ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് അവർക്ക് എത്താൻ പറ്റിയിരുന്നെങ്കിൽ ഘാന, സ്വിറ്റ്സർലൻഡ് ഇവരൊക്കെ ആയേനെ അവരുടെ മുന്നോട്ടുള്ള പോക്കിൽ എതിരാളികൾ. റൗണ്ട് ഓഫ് 32 ഘാന, റൗണ്ട് ഓഫ് 16 സ്വിറ്റ്സർലൻഡ്. ഇങ്ങനെ മറ്റൊരു പാത്തിലൂടെ പോവേണ്ടിയിരുന്നതിന് അറ്റ്ലീസ്റ്റ് ക്വാർട്ടർ വരെയെങ്കിലും കടുത്ത ടീമിനോട് ഏറ്റുമുട്ടേണ്ടായിരുന്നു. ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയാൽ ഒരു പക്ഷേ അർജൻറ്റീന വരുമായും അങ്ങനെ പുരോഗമിച്ചാൽ. പക്ഷേ അതിനു പകരം ഇങ്ങനെ അവിടെ സമനിലയായി, ഗ്രൂപ്പ് 2-ാമതായി. സോ ക്രൊയേഷ്യക്കെതിരെ കളിക്കേണ്ടി വന്നു, സ്പെയിനെതിരെ കളിക്കേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ആൻ ഓപ്പർച്യൂണിറ്റി മിസ്ഡ് ഫോർ പോർച്ചുഗൽ ഫോർ ഷുവർ എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന ആ ടീമിൻ്റെ കരുത്ത് കണ്ടിട്ടാണ്. പക്ഷേ അവർക്ക് ഇന്നലെ കോച്ച് പറഞ്ഞ പോലെ റോബർട്ടോ മാർട്ടിനസ് കളിക്ക് മുമ്പ് പറഞ്ഞില്ലേ, ഈ കളി ഇറ്റ്സ് എ ഷെയിം, ഈ കളി വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ വരേണ്ട കളിയാ, റൗണ്ട് ഓഫ് 16 വരേണ്ട കളിയല്ലെന്ന്. ശരിയാണത്. പക്ഷെ അതെങ്ങനെ അവിടെ വന്നു? നിങ്ങൾ ഗ്രൂപ്പിൽ 1-ാമതാവാതെ പോയതുകൊണ്ട്. എന്തുകൊണ്ട് ഗ്രൂപ്പിൽ 1-ാമതാവാതെ പോയി? കോച്ചേ നിങ്ങളും കാരണമാണ്. വേണ്ട വിധത്തിൽ ടീമിനെ ഇറക്കിയില്ല. അല്ലെങ്കിൽ പിന്നെ ക്രൊയേഷ്യക്കെതിരെ റൗണ്ട് ഓഫ് 16 റൗണ്ട് ഓഫ് 32 ഗോൾ അടിച്ച് ജയിപ്പിച്ച ഗോൺസാലോ റാമോസിനെ ബെഞ്ചിൽ തന്നെ മുഴുവൻ സമയം അംഗീകരിത്തി. സ്പെയിനെതിരെ 1 മിനിറ്റ് പോലും അവനെ കളിക്കാൻ ഇറക്കിയില്ല. എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം? എന്താണ്? ഓൾറെഡി ഇപ്പോൾ പോർച്ചുഗീസ് ഡ്രസ്സിംഗ് റൂമിൽ കാര്യങ്ങൾ നല്ല രൂപത്തിലല്ല എന്ന് പറഞ്ഞു കേൾക്കുന്നു. കോച്ച് റിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൽ കാര്യമൊന്നുമില്ല. എന്തു വന്നാലും ക്രിസ്ത്യാനോയെ മാറ്റില്ല, അതായത് ക്രിസ്ത്യാനോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോലും തയ്യാറാവില്ല എന്നുള്ള നിലപാടാണ് എടുക്കുന്നതെങ്കിൽ കളിക്കനുസരിച്ചല്ല കാര്യങ്ങൾ പോയത്. ഇന്നലെ ഉറപ്പാണ് ഗോൺസാലോ റാമോസിനെ കുറച്ച് നേരത്തേക്ക് ഇറക്കാൻ തയ്യാറായിരുന്നെങ്കിൽ, ക്രിസ്ത്യാനോയെ പിൻവലിച്ചിട്ടോ മറ്റോ ഒക്കെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനോയും ഗോൺസാലോ റാമോസ് ഒരുമിച്ച് കളിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പോലും സ്പെയിനിൻ്റെ ഡിഫൻസ് പൊളിക്കാൻ കഴിഞ്ഞാണ്. സ്പെയിൻ്റെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഗോൾ ഇതുവരെ വഴങ്ങാത്ത സ്പെയിനിൻ്റെ ഡിഫൻസാ. ആ ഡിഫൻസിനെതിരെയാണ് 41-കാരനായിട്ടുള്ള സ്ട്രൈക്കറെ മുന്നിൽ നിർത്തി നിങ്ങൾ തന്ത്രങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയത്. അവരത് പൂട്ടി കയ്യിൽ തന്നു. ശരിയാ, ചില അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അൺലക്കി കൂടിയായിരുന്നു, അതുകൂടി സംഭവിക്കുന്നു. ഇപ്പോൾ ബെർണാർഡോ സിൽവയുടെ അവസാനത്തെ ഹെഡറൊക്കെ തലനാരി ഇഴക്കെന്ന വണ്ണം പുറത്തേക്ക് പോയതല്ലേ. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ടീം. പക്ഷേ ടീമിനെ വിജയത്തിലേക്ക് പോവേണ്ടിയിരുന്ന ചില ഘട്ടങ്ങളിൽ തെറ്റായ തീരുമാനങ്ങൾ കോച്ചിൻ്റെ ഭാഗത്തുനിന്ന് കൂടി വന്നപ്പോഴാണ് ഈ ടീം എത്തേണ്ടിടത്ത് എത്താതെ പോയത്. ടീമുണ്ടായിരുന്നു, കിടിലൻ ടീമുണ്ടായിരുന്നു പോർച്ചുഗലിന്. ഇനി ഇതുപോലൊരു ടീമിനെ ലഭിക്കുമോ എന്നറിയില്ല. ഒരവസരമാണ് ഇവിടെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.